ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. മലബാർ സ്പെഷ്യൽ പൊരിച്ച പത്തിരിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2-3 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ പാത്രം ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിപ്പൊടിക്കുള്ള പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണയായിട്ട് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പൊടിയാണിത്. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഈ വാട്ടിയ മാവ് ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഞാനൊന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഈ സമയത്ത് ഇതിലോട്ട് ചേർക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ടൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഇതിലോട്ട് ഇപ്പോൾ ചതച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷമാണ് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ ബോളുകളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് ചപ്പാത്തി പലകയിൽ വെച്ച് വലിയതായിട്ട് പരത്തിയിട്ട് ഇത് നമുക്ക് ഒരു ഗ്ലാസ് കൊണ്ട് വല്ലതും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ ഇരിക്കും. പക്ഷേ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഇത് ഈ പ്രസ് പാനിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുകയാണ്, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് പ്രസ് പാനിൽ വെച്ച് പ്രസ് ചെയ്തെടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും അടപ്പ് കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് നൈസ് പത്തിരിയൊക്കെ പോലെ ഒത്തിരി നൈസായിട്ടല്ല നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇതുകൊണ്ട് ഞാനിത് അല്പം ഒരു തിക്നെസ്സിലാണിത് പരത്തി കട്ട് ചെയ്തെടുത്തത്. അല്ലാതെ ഒത്തിരി കട്ടിയാകരുത്, തീരെ നൈസും ആകരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ പത്തിരി ഞാനിവിടെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടൊന്ന് വരട്ടെ. ഇനി ഇതിലോട്ട് ഓരോ പത്തിരിയായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിട്ട് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊങ്ങി വരും. പിന്നെ അതുപോലെ തന്നെ പിന്നെ തീയൊന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകഭാഗം ഒന്നും വെന്ത് കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ അല്പം കട്ടിയിലാണല്ലോ പരത്തിയിരിക്കുന്നത്. പിന്നെ ഇത് അല്പം ഒന്ന് കുമിളിച്ചൊക്കെ വരികയും ചെയ്യും. ഇതിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ ഈ തവി കൊണ്ടൊന്ന് നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ കുറച്ചൊന്ന് പൊങ്ങി വരും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാനിത് ഇനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. വേണമെങ്കിൽ കുറച്ചും കൂടി നേരം ഒന്ന് എണ്ണയിലിടുവാണെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചും കൂടെ വലിയ പാത്രത്തിൽ കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മളിത് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ നമുക്ക് 3-4 എണ്ണമൊക്കെ ഇട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കഴിയും. ഇതിപ്പം ചെറിയ പാത്രമായതുകൊണ്ട് 1-2 എണ്ണമൊക്കെ ഇതിൽ ഇടാൻ പറ്റത്തുള്ളൂ. ഇത് മൂത്ത് വരാനൊക്കെ കുറച്ച് സമയം എടുക്കും.
നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് നമ്മളിപ്പം കറിയൊന്നും ഇല്ലാതെ തന്നെ വെറുതെ ചായയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഈവനിങ് സ്നാക്കും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ ഡിന്നറിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണിത്. ഇതുപോലെ നിങ്ങളിതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.